Start. Action. ഞാൻ പറഞ്ഞു ഗുഡ് മോർണിംഗ് പറയാം. ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഫ്രം ഓസ്ട്രിയ ഇൻസ്ബ്രൂക്ക്. നമ്മൾ അങ്ങനെ ഇൻസ്ബ്രൂക്കിലേക്ക് എത്തി. ഇതേ നമ്മുടെ താമസിച്ച വീട് കണ്ടോ? ഇതിന്നാ നമ്മൾ കണ്ടില്ലായിരുന്നു, ശരിക്കും നമ്മൾ കണ്ടില്ല. പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് നമ്മളുടെ ഇവിടുന്ന് ബൈ ബൈ പറയാനുള്ള സമയമായി. നമ്മൾ ഒരു ദിവസം ഇവിടെ താമസിച്ചുള്ളൂ. അങ്ങനെ നമ്മൾ നേരെ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് നമ്മൾ കുക്ക് ചെയ്ത് മുട്ടയും പഴവും ബ്രെഡും ചായയൊക്കെ വെച്ച് കഴിച്ച് അങ്ങനെ നമ്മൾ ഇവിടേക്ക് ബൈ ബൈ പറയാം. അപ്പൊ നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയപ്പോ രാവിലെ നമ്മൾ കണ്ട കാഴ്ച കാണിച്ചേ മഞ്ഞ മല. ഇവിടെയാണ് നമ്മൾ താമസിച്ചത്. ഇവിടെയാണ് നമ്മള് നമ്മുടെ കാറ് പാർക്ക് ചെയ്ത്. ഇതൊരു പാർക്കിംഗ് ഏരിയ. ഇവിടെ ഫുള്ളും റെസിഡൻസാ. ഇത് വിസിറ്റേഴ്സിന് വേണ്ടിയുള്ളത്. That's it. കണ്ണി കൂടെ കാണുന്ന വ്യൂ ഫോണില് കിട്ടുന്നില്ല, അതാണ്. നമ്മുടെ കണ്ണുകൾക്ക് മാത്രമേ എവിടെയോ പോയപ്പോ പറഞ്ഞില്ല, എന്റെ കണ്ണുകൾക്ക് കാണാൻ പറ്റുന്ന അത്ര ഭംഗി ഈ ക്യാമറ പകർത്താൻ പറ്റും. സർവീസ് നമ്മൾ തന്നെ ചെയ്യുന്നല്ലേ? ആൾക്കാരില്ല. ഡിജിറ്റൽ സ്ട്രക്കൻ മോട്ടോ ഇതിലാണോ 11 യൂറോ സെൽഫ് സർവീസ്. നമ്മളിതാ ഇപ്പം ഇൻസ്ബ്രൂക്ക് വഴി നമ്മൾ നേരെ ഇറ്റാലിയനിലേക്ക് കടക്കാൻ പോവാണ്. അപ്പൊ അതേ നമുക്ക് ടോൾ ഉണ്ട് ഇവിടെ. സെൽഫ് സർവീസ് ആണ് ടോൾ വരുന്നത്. 11 യൂറോ ടോള്. ഇവിടെ വിഗ്നറ്റ് ഇല്ല, ടോള് പേ ചെയ്ത് പോയാൽ മതി. ബൈ ബൈ. ആടുന്നില്ല. യെസ്. 11 കുറവാണ്. വാട്ട് എ വിഷ്വൽ ബ്യൂട്ടി. സുഹൃത്തുക്കളെ, ഇതാണ് സുഹൃത്തുക്കളെ ഇറ്റാലിയനായല്ല, ജർമ്മനി എന്താ മാറി. Next day park place Germany. അയ്യോ കള്ളോക്കി എന്തത് പൊട്ടിയൊക്കെ വെച്ചേക്കോ. ഇത് പൊട്ടിപ്പൊളിഞ്ഞ് തുറക്കണോ? പണി നടന്നോണ്ടിരിക്കും. പണി നടക്കണോ? ഇതൊക്കെ പോട്ടെ നമുക്ക്. ഈ റോട്ട് ഇപ്പോൾ ഓടിട്ടൊന്നുമില്ല. വെയില് കുറഞ്ഞ പോലെ. അത് മലേന്റെ അപ്പുറത്തൊരു മനസ്സില്ല. അയ്യോ മനസ്സില്ല. അടിപൊളി സ്ഥലം. സൂം ചെയ്യുമ്പോഴത്തേക്ക് ഈ സാധനങ്ങൾ കാണാൻ പറ്റില്ല. ഇതാണ് നമ്മുടെ ഇറ്റാലിയനില് ബോർഡർ ക്രോസ് ചെയ്തപ്പോഴത്തെ ടോള്. നമ്മള് ഹൈവേയിൽ എടുക്കുന്ന സാധനമാണ്. നമ്മള് ഹൈവേ നമ്മള് കടന്നു പോകുമ്പം ഇത് നമ്മൾ ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മളിവിടെ പേയ്മെന്റ് ചെയ്യണം. ചെയ്തോണ്ടിരിക്കും ആൾക്കാര്. ഇതങ്ങ് ഇടുമ്പോ പൈസ വരും. കോയിനാ അവരൊക്കെ കോയിനിടുക കേട്ടോ. ഓനല്ല എന്തോ സാധനം എടുത്തോളാം ഇന്ന്. അത് ഇടുമ്പോ തുറന്നു വന്ന് കോയിനിടുക. അടുപ്പിച്ചെടുക്കും കുറച്ച്. ടിക്കറ്റ്സ് ഓക്കെ. Introdurre il denaro o la tessera geld o da carta einführen. Attendere prego. കാർഡ് ഇത് ഇവിടെ ഇടാം. ATM കാർഡ് വെക്കാം. അപ്പോഴായോ അല്ലെങ്കിൽ അതിൽ കോയിൻ ഇടാം, അല്ലെങ്കിൽ പിന്നെ കോണ്ടാക്ട്ലെസ് പേയ്മെന്റ് ചെയ്യാം. നമ്മള് കാർഡ് വെച്ച് പേയ്മെന്റ് ചെയ്തു. എത്ര രൂപയായിരുന്നു? 290 കേട്ടോ. നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മൾ എന്തോരം ദൂരം ട്രാവൽ ചെയ്തു, പിന്നെ നമ്മുടെ ക്ലാസിന്റെ വണ്ടീന്റെ ക്ലാസ് ഏതാണ്, അതിന്റെയൊക്കെ ബേസിലാണ് ഈ ടോള് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പം അതിലുള്ള അപ്പം മോട്ടോർവേയിൽ കയറുമ്പം ഈ ഒരു കാർഡ് നമ്മൾ ആദ്യം എടുത്തിട്ട് മോട്ടോർവേ എക്സിറ്റ് ആവുമ്പം ഈ കാർഡ് വെച്ചിട്ട് നമ്മൾ പേയ്മെന്റ് ചെയ്യണം. പേയ്മെന്റ് ചെയ്തില്ലെങ്കിൽ നല്ല ഫൈൻ വരും. പിന്നെ ഫൈൻ മാത്രമല്ല, നമുക്ക് ഇത് ഇറങ്ങിപ്പോകാനും പറ്റുന്നില്ല. ഇനിയിപ്പം കാർഡെങ്ങാനും ലോസ്റ്റ് ആവുകയാണെങ്കിൽ നമുക്ക് 15 ദിവസം ടൈം ഉണ്ട് ആ പേയ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാർഡെങ്ങാനും ഈ നമ്മളെടുത്ത കാർഡ് ലോസ്റ്റ് ആവുകയാണെങ്കിൽ
അത്രയൊക്കെ ഉള്ളൂ. നമ്മൾ നേരെ ഇനി ഡോളോമൈറ്റ്സിലേക്ക് പോവാണ്. നമ്മളിപ്പം ഡോളോമൈറ്റ്സിലെ ഓൺ ദ വേ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചെറുതായിട്ടൊന്ന് വണ്ടി നിർത്തി കാഴ്ച കണ്ടോട്ടെ. അവിടെ ഫോട്ടോയൊക്കെ എടുത്തോണ്ട് ഫോട്ടോ നല്ല രസം കേട്ടോ. അതിന്റെ ബാക്ക്ഗ്രൗണ്ട് കാണുന്നുണ്ട്. മല വരാം. കഷ്ടപ്പാട്. ഒരു ഹായ് തരാമോ? ഒരു ഹായ് തരാമോ? നമുക്ക് ആ മലേന്റെ ബാക്കിലോട്ടാണ് പോകേണ്ടത്. നമ്മളിപ്പോ വലിയൊരു മല കയറിക്കൊണ്ടിരിക്കുവാണേ. തടാകം ഹൈക്കിംഗ് ഏരിയ ആയിരിക്കും. മാനത്തുള്ള ഈ വഴി വരാത്ത നന്നായിട്ടോ. ആർക്കെങ്കിലും ബ്രെഡ് വേണോ? ബ്രെഡ് ഹൈക്കിങ്ങിന് പോയത്. പാർക്കിങ്ങോ? ടോളിന് 30 രൂപയോ? നീ അകത്തെ നോക്കിട്ട് ആ ബോർഡ് വലിയൊരു മല കയറി നമ്മളൊരു സ്പോട്ടിലോട്ട് പോകണം. 30 യൂറോ മുടക്കിയിട്ട് നമ്മൾ ആ സ്പോട്ട് കാണാൻ പോകുന്നത്. ആ മലയാന്ന് തോന്നുന്നു അല്ലേ? അല്ല, ആ ഒരു പിരമിഡ് പോലെ ഇരിക്കുന്ന അല്ലേ? വലിയാണ്. ലോടാ നീ എന്താടി ഇവിടെ നടക്കണപ്പോ? സാധനങ്ങള് ഫുൾ പാറക്കല്ലേ?
വിമാനത്തിനൊരു ഭീഷണിയാവോ? ഇതാണ് അപ്പുക സ്വർഗം. ഇതാണ് സുഹൃത്തുക്കളെ സ്വർഗം. നമ്മളാ പ്ലാൻ 30 രൂപ കൊടുക്കാന്ന് പറഞ്ഞു നന്നായിട്ട് അപ്പുക. അപ്പൊ നമ്മള് ചെറിയ കാറൊക്കെ എടുത്താണെങ്കിൽ ഇതിങ്ങനെ വലിച്ചല്ലേ. എപ്പോഴും വഴിയുണ്ടല്ലോ. വലിയൊന്നുമില്ല, സുഖമായിട്ട് വരും. നമ്മള് വന്ന സ്ഥലം ട്രെസിമേഡി ലവറേഡോ. ചിന്തിക്കാൻ പറ്റുമോ? രസമാണ്. ഒരു വണ്ടിയാ. ഫൈനലി ഇതാണ് ആ ലൊക്കേഷൻ. മുകളിൽ കൂടെ ഹെലികോപ്റ്റർ ഒക്കെ പറക്കുന്നുണ്ട്, കുറേ പക്ഷികളൊക്കെ പറക്കുക. നമ്മൾ ഡ്രോൺ ഒന്നും പറത്തിക്കാൻ പറ്റില്ല, പക്ഷെ വ്യൂ കാണിച്ചു തരാം. അടിപൊളിയാട്ടോ. നിങ്ങൾ ഡോളോമൈറ്റ്സ് വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾ ഇങ്ങോട്ട് വരണം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. നല്ല വെർത്തായിരിക്കും. 30 യൂറോ മുടക്കി കഴിഞ്ഞാൽ എന്തായാലും വെർത്തായിരിക്കും. അടിപൊളി ലൊക്കേഷൻ. എൻ്റെ അങ്ങ് അറ്റത്തായിട്ടൊരു വില്ലേജ് ഉണ്ട്, ചെറിയൊരു വില്ലേജ്. ചുറ്റും പാറകൾ, പിന്നെ മനത്തും പോലെ നിൽക്കുമോ പാറകളുടെ തുമ്പൊക്കെ. ഒരു കല്യാണ ഫോട്ടോഷൂട്ടാണ് വരുന്നത്. അതെല്ലോ. അയ്യോ, ഇതിന് മുകളിലോട്ട് ആ ഒരു കുഞ്ഞൊരു ഓട്ടോ കണ്ടോ? ആ മുകളിലോട്ട് ആൾക്കാര് ഹൈക്ക് ചെയ്ത് കയറുന്നുണ്ട്. ഫുള്ളൊരു പാറ. അവിടെ നിന്നൊക്കെ ആൾക്കാര് ഹൈക്ക് ചെയ്ത് വരുന്നുണ്ട് കേട്ടോ. ശരിക്കും ഒരു ഭൂമിയിലെ സ്വർഗം. വേറൊരു ലാൻഡ്സ്കേപ്പ്. നമ്മൾ പച്ചപ്പ് മാത്രം കണ്ടിട്ട് ഈ ഒരു ലാൻഡ്സ്കേപ്പ് കാണുമ്പോൾ കാണാത്തവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അടിപൊളിയാണ്. ഇങ്ങനെ കിസ് ചെയ്യണ്ടെങ്കിൽ നമ്മളെപ്പോഴും കിസ് ചെയ്യുമ്പോൾ മൂക്കൊക്കെ വീട്ടിച്ച് താഴെ അപ്പുക്ക് അവിടെ നിൽക്കണം. ഒന്നും കിട്ടിയിട്ടില്ല. നിങ്ങളെ കുറച്ച് സൈഡിൽ സൈഡിലോട്ട് നീ പോയിക്കോ. വെളിച്ചടിക്കോ? വെയിലടിക്കോ? ഇല്ല. അങ്ങനെ എല്ലാ ആംഗിളിലും വേറൊരു ഭംഗിയാട്ടോ. നമ്മുടെ നേരെ ബാക്കില് ആരേവാ ഒരു കുഞ്ഞു കുഞ്ഞു പെരുമ്പടി ഞാൻ കുത്തി 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 നോക്കിയത്. നേരെ ഫ്രണ്ടില് വേറൊരു നോക്കി. മസ്റ്റ് 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 വിസിറ്റ്. 100% അല്ല 200% റെക്കമെൻഡഡ്, ഗ്യാരണ്ടി. രക്ഷയില്ലാട്ടോ. അവിടെ നിന്നൊക്കെ ആൾക്കാർ ഹൈക്ക് ചെയ്ത് വരുന്നു. അങ്ങ് അത്രത്തോളം അങ്ങനെ നടന്നു വരുന്നു.
എന്തോരം വണ്ടികളാ നോക്കിയേ. നിറച്ച് 1 2 3 4 5 തട്ടായിട്ട് ഫുൾ വണ്ടികൾ കിടക്കും അല്ലേ. അയ്യാ മടുത്ത. നമ്മള് കുഞ്ഞു ഡ്രോൺ ഷോട്ടൊക്കെ എടുത്തിട്ടുണ്ട്. കുറച്ച് ഷോട്ടൊക്കെ എടുത്തിട്ടുണ്ട്. ഇവിടെ ഫുൾ ടൈം ഹെലികോപ്റ്റർ ഇങ്ങനെ ചുറ്റിട്ട് വട്ടവിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് അധികം അങ്ങ് ഷോട്ട്സ് ഒന്നും എടുക്കാൻ പറ്റില്ല. പക്ഷെ ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്ന സുഹൃത്തുക്കളെ, അടിപൊളി സ്പോട്ടാട്ടോ. നമ്മൾ എന്തായാലും മിസ്സിക്കാം. എനിക്കിഷ്ടാവും. പക്ഷെ ഭയങ്കര മഞ്ഞുള്ള സമയമൊക്കെ ആകുമ്പോൾ ഇവിടേക്ക് കയറാൻ കുറച്ച് ദുഷ്കരമായിരിക്കും കേട്ടോ. ഭയങ്കര പാടായിരിക്കും വണ്ടിയിലൊക്കെ കയറാൻ. പക്ഷെ ഈ ഒരു ടൈമിങ് ബെസ്റ്റ്, അടിപൊളി. നമ്മൾ നേരെ അടുത്ത ലൊക്കേഷനിലേക്ക് പോകണം. കമോൺ. നമ്മളങ്ങനെ ബൈ ബൈ പറയാൻ പോകണം. ബൈ ബൈ പറയാനല്ല, താത്തോട്ടിറങ്ങുമല്ലോ നമ്മള്. സ്പോട്ടാണ് നിൽക്കും. അങ്ങനെ കൊള്ളാലേ സ്ഥലം, അടിപൊളി. ആ വഴി നേരെ മുകളിൽ കയറി താത്തോട്ട്. കണ്ടില്ലായിരുന്നു നമ്മളെ. നമുക്ക് അവിടെ തന്നെയല്ലേ പോണ്ടേ? താത്തോട്ട് അവിടെ റെസ്റ്റോറന്റ് ആണ്. ചായ ഉണ്ടോ അവിടെ? മുകളിലോ കയറണോ? വീട് നമുക്ക് ആരുമില്ലാത്തൊരു നല്ല റോഡ് എത്തുമ്പോ നമുക്ക് സംഭവം ചെയ്യാം. ഇല്ല അങ്ങനെ നിക്കാൻ പാടില്ല. ഇത് നമ്മള് വന്നിട്ട് 30 യൂറോയാന്ന് പറഞ്ഞ് തിരിച്ചു പോയതാണ്. തിരിച്ചു പോയി തിരിച്ച് പിന്നെയും വന്നു. തിരിച്ചു വന്ന് നൈസാണ്, അടിപൊളിയാണ്. പക്ഷെ എനിക്ക് കുറച്ച് ദൂരെ നിന്ന് ഇതിനും ഇഷ്ടപ്പെട്ടു. അടുത്തൊരുമായിട്ട് അത്ര ഭംഗി എന്തായിട്ടും നിർത്താൻ പറ്റുമോ? 30 യൂറോ കൊടുത്ത് നിങ്ങള് കൊണ്ട് ഒരു നഷ്ടമില്ല. വരാം. ഇറ്റ്സ് നൈസ്. മലയുടെ വീഡിയോ എടുക്കാൻ നമ്മള് വന്ന മല എടുത്തു. നമ്മളിത് ഇവിടെ നിന്നാണ് ടിക്കറ്റ് എടുത്തത്. 30 യൂറോ ടിക്കറ്റ്. ഏതാ? ഓൾറെഡി പെയ്ഡ് ടിക്കറ്റ്. അതാണ് നമ്മൾ പോകുന്നത്. ഇത് ടിക്കറ്റ് ടു പാസ്. ഇവിടെ നമ്മൾ ഇതിൽ കൂടെ പോയാൽ മതി. ഓൾറെഡി പെയ്ഡ് അല്ലേ നമ്മള്? അടയോ അടഞ്ഞായിരുന്നോ? ഇല്ല ഒന്നുമില്ല. ഓൾറെഡി പെയ്ഡ് അല്ലേ, അപ്പൊ അടയേണ്ട ആവശ്യമില്ലല്ലോ. അല്ല അടയില്ല, ആര് വെച്ചേക്കും. നമ്മള് ടിക്കറ്റ് എടുത്ത് പോയി ഇത് കടന്നും നമ്മൾ തിരിച്ചു പോവുകയാണ്. മല സൂര്യൻ മറച്ച് അവിടെ മഞ്ഞ് വീണ് കിടക്കുന്നുണ്ടല്ലേ. കോഫി കുടിക്കാം. കോഫി ചോദിച്ചു നോക്കാം. പഠിച്ചു സ്വർണ്ണം വെച്ച് പറയാതെ അത് ഇറ്റാലിയനാ. പിന്നൊക്കെ ഹണിയാണോ ഇരിക്കുന്നത്? ഹണിയാട്ടോ. ഓ മൈ ഗോഡ്. ചായക്കട്ടയല്ല. ബെസ്റ്റ്. കഫേ ഇല്ല കേട്ടോ. ഇല്ല. കഫ കിട്ടിയില്ല ഗായ്സ്. സൺലൈറ്റ് ഇങ്ങനെ ഉദിച്ചു നിൽക്കുവാണേ. ഇല്ല, കപ്ചിനോ കുടിക്കുവാണോ? പുകയ്ക്ക് പോണ്ടല്ലോ. മൈനസ് അങ്ങനെ നമ്മള് ഡോളോമൈറ്റ്സിന്ന് നേരെ ഇൻസ്ബ്രൂക്ക് വഴി ഇൻസ്ബ്രൂക്കിൽ കയറാൻ പോകണം. ഇറ്റാലിയനിലെ ടോൾ ഗേറ്റ് നമ്മൾ ഇതാ ക്രോസ് ചെയ്യാൻ പോകുന്നു. നമ്മൾ അങ്ങോട്ട് പോയപ്പം ഒരു ടിക്കറ്റ് എടുത്തില്ലായിരുന്നു. അതേപോലെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു ടിക്കറ്റ് എടുത്തു. ഇനി ഇവിടെ വാലിഡേറ്റ് ചെയ്യണം. തീവണ്ടി
കൂടെ പോകാൻ പറ്റുമോ? അത് പേയ്മെന്റ് ഇല്ല തോന്നുന്നുണ്ട്. ഇറ്റാലിയൻ വണ്ടിയാണോ? സെൻസ് ചെയ്യുന്നുണ്ടോ? ഇറ്റാലിയൻ വണ്ടിയാണ്. സെൻസ് ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ ആൾക്കാർക്ക് എന്തെങ്കിലും ഫാസ്റ്റ് ടൈം ഉണ്ടാവില്ലേ? ഉണ്ടാവുമായിരിക്കും. സ്ഥിരം പോകുന്നവർക്ക് പേയ്മെന്റ് നടത്താൻ പോകണം. ജസ്റ്റ് കാർഡ് ഇൻസേർട്ട് ചെയ്യോ? ഓക്കെ. ശരി അമ്മച്ചി. യെസ്. Introdurre il denaro o la tessera. Geld oder Karte einführen. Attendere, prego. Bitte warten. ഇല്ലല്ലോ മതോന്നോ. ഭംഗി വരത്തില്ല. എനിക്ക് ചെവി ഒന്നും കേൾക്കുന്നില്ല കേട്ടോ. ഇതാണ് ഇൻസ്ബ്രുക്ക്. മോളിൽ കൂടെ ഡ്രോൺ പറത്തി തന്നെ രസമായിരിക്കില്ലേ? ഡ്രോൺ പോണ വഴിക്ക് വഴി അറിയില്ല. തിരിച്ചു വിളിച്ചാൽ വരൂല. മൈനിങ് ഇൻസ്ബ്രൂക്കിലെ മൈനിങ്ങിൽ എത്തിയേക്കാണ്. ഇതാണ് നമ്മുടെ റൂം. കമോൺ ഓക്കെ. ഇത് വാഷ്റൂം, ഹാങ്ങേഴ്സ്, ജസ്റ്റ് 1 ബെഡ്റൂം. അല്ല, ഒരു ബെഡ്റൂം അല്ലേ, 2 ബെഡുണ്ട്. ഇതിലൊരു 2 പേർക്ക് കിടക്കാം, ഇവിടെ 2 പേർക്ക് കിടക്കാം. കറക്റ്റ് റോഡിന് നടുക്കായിട്ട്. ഇവിടെ പാർക്കിംഗ് ഇല്ല, ഇൻസ്ബ്രൂക്കിലെ മൈനിങ്ങിൽ പാർക്കിംഗ് ഇല്ല. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു റോഡിൽ തന്നെ പാർക്ക് ചെയ്തോളാൻ പറഞ്ഞു. എന്നുവെച്ചാൽ റോഡിൽ ബ്ലൂ ലൈൻസ് ഇട്ടിട്ടുണ്ട് പാർക്ക് ചെയ്യാൻ വേണ്ടി, പാർക്കിംഗ് സ്പേസ് ഉണ്ട്. അപ്പോൾ അവിടെ തന്നെ പാർക്ക് ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട്, അയ്യോ കണ്ടുപോയി. ഓക്കെ. അപ്പോൾ നമ്മൾ താഴേക്ക് പോകണം. നമ്മുടെ ഹസ്ബൻഡ്സ് നമ്മൾ വെയിറ്റ് ചെയ്യണം. നമ്മൾ ഫുഡ് കഴിച്ചില്ല. അപ്പോൾ അവര് നേരെ കബാബ് ഷോപ്പിലേക്ക് പോയി. നമ്മൾ വന്ന് മൈനിങ്ങർ ചെക്ക് ഇൻ ചെയ്തു. നേരെ താഴെ പോയി ലഗേജ് ഫുഡ് നോക്കുക, ലഗേജ് എടുത്തിട്ട് വരിക, കഴിക്കുക. ദാറ്റ്സ് ഇറ്റ്. പോവാം. ഒന്നും എടുത്തില്ല. 3. ഓക്കെ. യെസ്. നമ്മള് ലിഫ്റ്റ് എടുത്ത് താഴെ പോവാണ്. ഓയ റൂമാണ്. ഓൺ കമോൺ യാർ. യെസ്. ഹലോ. ഇതാണ് മൈനിക ഹോട്ടൽസ്. നമ്മള് നേരെ പുറത്ത് പോകണം. പുറത്ത് നല്ല സിറ്റിക്ക് നടുക്ക്. അവരോട് പറഞ്ഞോ നമ്മൾ പുറത്തില്ലെന്ന്? പറഞ്ഞില്ലേ? ഇല്ല. ഓക്കെ, നമ്മള് വിളിക്കട്ടെ. കേറാനോ? ഓക്കെ, ഭയങ്കര എന്താ എക്സ്പ്രഷൻ? അഭിനയ സിംഹമേ. എന്താ കഴിക്കണം നമ്മള്? റൈസും ടൊമാറ്റോ കറി, ടൊമാറ്റോ ബീഫ് കറി. ഇത് ഫ്രൈസ് ചിക്കൻ. ഇവിടെ എന്താണ്? ഇവിടെ റാപ്പ്. ഇവിടെ എന്താണ്? ഇത് തക്കാളി കറി. ഇതാണ് നമ്മുടെ റൂം. ഇത് ഫുഡ് കഴിഞ്ഞു. ഗുഡ് മോർണിംഗ്.